ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സീരീസിലുള്ള 5ാമത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു 3 ടൈപ്പ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഷെല്ലാണ്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കൊക്കനട്ട് ഷെല്ല് അഥവാ ചിരട്ട ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പുറത്തുള്ള ഒരു റഫായിട്ടുള്ള ഭാഗം സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഹാമറോ അല്ലെങ്കിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 4-5 ചിരട്ടയുടെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതൊരു കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ ഒക്കെ ബാക്ക് കവർ ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ കോണ് പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കടലയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു രീതിയിൽ കോണായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു കോൺ ഷേപ്പിൻ്റെ ആ ഒരു ടിപ്പിലൊന്ന് ഇങ്ങനെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ തന്നെ ഇങ്ങനെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ 2-3 സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വിട്ട് പോരുത്, ആ രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്തൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കോർണർ ആയിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിരട്ട എടുത്തിട്ട് നമ്മളിങ്ങനെ 3 സൈസിലാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. ഒരുപാട് വലുത്, പിന്നെ അതുപോലെ ഭയങ്കര ചെറുത്, പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളത്, അങ്ങനെ ഒരു 3 രീതിയിലൊന്നിങ്ങനെ നമ്മളൊന്ന് വേർതിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആ ഒരു വലിയ പീസ് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു കോണിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം വലിയത് എടുത്തിട്ട് ആ ഒരു താഴത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഒരു റൗണ്ടായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനേക്കാൾ ഒരു ചെറിയ ടൈപ്പ്, അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു കോണിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു കോക്കനട്ട് ഷെല്ലിൻ്റെ ഒരു അകത്ത് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വലിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ അധികം ഗ്യാപ്പിൽ മേലെ ഇങ്ങനെ മാക്സിമം ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൽ മേലെ ഭാഗത്ത് ചെറിയ ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ വാർണിഷൊക്കെ അപ്ലൈ ചെയ്തിട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു. പക്ഷേ അത്രക്കൊരു കളർ വരുന്നില്ല, ഒരു സാബ് ഗ്രീൻ ആയതുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്രീൻ കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ ഒരു പിങ്ക് കളറാണ്, അതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റായിട്ടൊരു കോട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ എല്ലാ ഭാഗത്തൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനിങ്ങനെ ഒരു മഞ്ഞ് വീഴ്ന്ന് കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പീരയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പീര ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ലൊരു മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ പോലെയുണ്ട്. പിന്നെ ഞാൻ ഇതിനൊരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു കുഞ്ഞ് ബോ ഉണ്ടാക്കിയിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ട ഡെക്കറേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ചിരട്ട വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്രിസ്മസ് ട്രീ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഗസിനാണ്. അപ്പോൾ നമ്മൾ ഒരു കട്ടിയുള്ള ഫുള്ളായിട്ടുള്ളൊരു മാഗസിൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലെ പേജസ് ഞാൻ കീറി മാറ്റുന്നൊന്നുമില്ല, ഫുള്ളായിട്ട് ഈ ഒരു മാഗസിൻ വെച്ചിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മാഗസിൻ്റെ ഒരു പുറത്തൊരു കവർ ഉണ്ടല്ലോ, ആ ഒരു കവർ ഇതുപോലെ നമ്മളൊന്നിങ്ങനെ മടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ഇടത്തോട്ടൊന്നിങ്ങനെ മടക്കുമ്പോൾ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നഖം കൊണ്ടൊന്ന് വരച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു മാഗസിനിലെ ഓരോ പേജസും ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളിങ്ങനെ ആ ഒരു മാഗസിൻ്റെ മേലത്തെ ഒരു ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കോർണർ പോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തും മടക്കുക കേട്ടോ. മടക്കിയിട്ട് നമ്മൾ നന്നായിട്ട് നഖം കൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നീറ്റായിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു മാഗസിൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ടിയുള്ള മാഗസിൻ നോക്കിയെടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാഗസിൻ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീക്ക് വേണ്ടി റോൾ ചെയ്തല്ല ഒരു കോൺ, അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഭയങ്കര ഈസിയാണ് ചെയ്തെടുക്കാൻ, കുറച്ചൊരു ഗ്ലൂവിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഓരോ പേപ്പറും ഇതുപോലെ നമ്മളൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് മാഗസിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പേജസ് ഉള്ള ബുക്ക് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴായിരിക്കും കുറച്ചൊരു ഭംഗി ഉണ്ടാവുക. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം അത് പറയാൻ മറന്നുപോയി. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ. അതിൻ്റെ ഒരു താഴെ ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് കാണാൻ, ഒരു ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രീൻ കളറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളറൊക്കെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എളുപ്പമായിരിക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നന്നായിട്ട് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിന് കുറച്ചും കൂടി ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഇങ്ങനെ നമ്മൾ വെട്ടിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസ് ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ച് സ്റ്റാർസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സിൽവർ കളറും കുറച്ച് ഗോൾഡൻ കളറും. അപ്പോൾ അത് ഞാനിങ്ങനെ ഫെവി ബോണ്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള തെർമോക്കോളിൻ്റെ ബോൾസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ടിപ്പിലേക്ക് ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഗ്ലിറ്റർ ടൈപ്പ് ഒരു ഇതുണ്ടാവില്ല, ലേസ് പോലെ, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റർ ഷീറ്റിൽ ഞാനൊരു സ്റ്റാർ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് ഒട്ടിച്ചൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പഴയ മാഗസിൻ വെച്ചിട്ട് രണ്ടാമത്തെ ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്രിസ്മസ് ട്രീ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതൊരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട്, കാർഡ്ബോർഡല്ല നമ്മൾ ഈ കേക്കിൻ്റെ ഒക്കെ പെട്ടി ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു പെട്ടി എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു കോൺ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കോണാക്കി എടുത്തിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ ലെവലാക്കി എടുക്കുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രേ പേപ്പർ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രേ പേപ്പർ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഒരു മെഷർമെന്റ് ഒന്നും വേണമെന്നില്ല, ഏകദേശം നമുക്ക് ഒരു സ്ക്വയർ രൂപത്തിൽ എത്തുന്ന കുറച്ച് പീസുകളായിട്ട് കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് ക്രേ പേപ്പർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു നടുക്ക് നമ്മൾ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ പെൻസിലോ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. പേപ്പർ നല്ലൊരു ഇതുപോലെ കയ്യിലേക്ക് എടുത്തിട്ട് അതിന്റെ നടുക്ക് നമ്മൾ ആ ഒരു പേപ്പറിന്റെ ഒരു ഏകദേശം ഒരു നടുക്ക് ഇങ്ങനെ ആ ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് സമയത്ത് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ ഹോളാക്കിയിട്ട് ഇങ്ങനെ കീറി കളയരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെന്നൊക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ അതിനെ കീറി പോകാതിരിക്കണം കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുരുണ്ടിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോണിലേക്ക് ഒട്ടിച്ചിട്ട് ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതിയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് തിക്കായിട്ട് ഒട്ടിക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു 3 ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.